നമസ്തേ. ചരിത്രകാരൻ എം.ജി. വിനോദ് സാർ എഴുതിയ ശബരിമല സർവസ്വം എന്ന പുസ്തകത്തിൽ നിന്നാണ് വാപുരസ്വാമിയുടെ യഥാർത്ഥ ചരിത്രത്തെപ്പറ്റി ഞാൻ മനസ്സിലാക്കുന്നത്. കൊല്ലം ജില്ല ചാത്തന്നൂരിനടുത്ത് വിളയം ദേശത്തെ ഒരു നായർ നാടുവാഴി കുടുംബത്തിലെ അംഗമായിരുന്നു വാപുരൻ. അവരാൻ കോവിലകം എന്നാണ് കുടുംബത്തിന്റെ പേര്. 300ഓളം നായർ പടയാളികൾ ഉണ്ടായിരുന്നു ഈ കോവിലകത്തിന്. ഉദയനൻ എന്നു പേരായ കാട്ടുകള്ളൻ അക്കാലത്ത് ശബരിമലയെ ആക്രമിച്ചു. ശബരിമല ശാസ്താ ക്ഷേത്രത്തെ എല്ലാം നശിപ്പിച്ചു, എല്ലാം തകർത്തു കളഞ്ഞിരുന്നു. അങ്ങനെ അക്കാലഘട്ടത്തിൽ പന്തളം രാജകുമാരനായ അയ്യപ്പസ്വാമി മറ്റു നാട്ടുരാജാക്കന്മാരെയെല്ലാം നാടുവാടിയിലെല്ലാം ചേർത്ത് അവരുടെ ഒരു സൈന്യത്തെ, വലിയൊരു സൈന്യത്തെ സജ്ജീകരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഉദയനനെ തുരത്തുന്നതിന് വേണ്ടി, സൈന്യത്തെ സജ്ജീകരിക്കുന്നതിന് വേണ്ടി അയ്യപ്പസ്വാമി ആദ്യമായിട്ട് പോകുന്നത് അവരാൻ കോവിലകത്തേക്കാണ്, നമ്മുടെ വാപുരസ്വാമിയുടെ കോവിലകത്തേക്ക്. അവിടെ നിന്നാണ് തുടക്കം. പിന്നീട് മാവേലിക്കര, ചെമ്പകശ്ശേരി രാജ്യം, ആലങ്ങാട്ട് ദേശം, കായംകുളം രാജ്യം എന്നീ നാടുവാടികളെല്ലാം ചേർത്ത് ആ നാട്ടുരാജ്യങ്ങളെല്ലാം സൈന്യങ്ങളെല്ലാം ഒരു സൈന്യമായി ഏകീകരിച്ചുകൊണ്ട് അയ്യപ്പസ്വാമി വാപുരസ്വാമിയും ചേർന്ന് ഉദയനനെ ആക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കുന്നു. അങ്ങനെ ബൃഹത്തായ ഒരു സൈന്യത്തെ രൂപീകരിച്ച ശേഷം ആ സൈന്യത്തെ 3ആയിട്ട് ഭാഗിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഉദയനന് 3 കോട്ടകളുണ്ട്. ഈ 3 കോട്ടകളെയും ഒരുമിച്ച് ആക്രമിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. 3 കോട്ട എന്ന് പറയുന്നത് ആദ്യം പുതുശ്ശേരിക്കോട്ട, ഇഞ്ചിപ്പാറ കോട്ട, കരിമല കോട്ട. ഈ 3 കോട്ടകളെയും ഒരുമിച്ച് ആക്രമിക്കുന്നതിന് വേണ്ടി അയ്യപ്പസ്വാമി ഈ വൻ സൈന്യത്തെ 3ആയിട്ട് ഭാഗിക്കും. അതിൽ ഒരു സൈന്യത്തിന്റെ പടത്തലവനായിട്ട് അയ്യപ്പസ്വാമിയും രണ്ടാമത്തെ സൈന്യത്തിന്റെ പടത്തലവനായിട്ട് നമ്മുടെ അവരാം കോവിലകത്തെ വാപുരസ്വാമിയും മൂന്നാമത്തെ സൈന്യത്തിന്റെ പടത്തലവനായിട്ട് കൊച്ചുകടത്ത സ്വാമിയും നിയോഗിക്കപ്പെടുന്നു. ഇങ്ങനെ 3 സൈന്യവും ഒരേ സമയം കൊണ്ട് 3 കോട്ടകളെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഉദയനനെ തുരത്തുന്നു. അങ്ങനെ വീണ്ടും ശബരിമലയെ വീണ്ടെടുത്ത അയ്യപ്പസ്വാമി അവിടെ പുനർനിർമ്മാണം നടത്തി. പിന്നീട് നമുക്കറിയാം അയ്യപ്പസ്വാമി ശബരിമല ശാസ്താവിൽ വിലയം പ്രാപിച്ചു. നമുക്കറിയാം അദ്ദേഹം അവിടെ വിലയം പ്രാപിച്ചു. ഈ ഉദയനനുമായിട്ടുള്ള യുദ്ധത്തിൽ കൊച്ചുകടത്ത സ്വാമിയുടെ 2 കാലുകൾ നഷ്ടപ്പെട്ടു. ഉദയനൻ 2 കാലുകൾ വെട്ടിമാറ്റിയിരുന്നു യുദ്ധത്തിൽ. അങ്ങനെ വന്ന കൊച്ചുകടത്ത സ്വാമി ശിഷ്ടകാലം ശബരിമലയിൽ തന്നെ കഴിച്ചുകൂട്ടാം എന്ന് പറയുന്നു. പിന്നീട് വാപുരസ്വാമി തിരിച്ച് അവരാൻ കോവിലത്തിൽ പോകുന്നു. പിന്നീട് നമുക്കറിയാം കാര്യങ്ങൾ. പിന്നീട് ശബരിമലയ്ക്ക് ഭക്തന്മാർ വരുന്നു എല്ലാ വർഷവും മണ്ഡലകാലം. ആ ഭക്തന്മാർക്ക് വേണ്ടിയുള്ള ചുക്ക് കാപ്പിയും മറ്റു അവരെ സഹായിക്കുന്നതിന് വേണ്ടി അവരാൻ കോവിലത്തെ വാപുരന്റെ കുടുംബം അവിടെ സന്നിധരായിരുന്നു സഹായിക്കാനായിട്ട്. മെയിനായിട്ട് തണുപ്പ് കാലമാണല്ലോ, വരുന്നവർക്ക് തൊണ്ടവേദന, തണുപ്പാണല്ലോ, മഞ്ഞുകാലാണല്ലോ. ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ചുക്ക് കാപ്പിയും ഒപ്പം കുരുമുളകും കൽക്കണ്ടവും പൊടിച്ച പൊടി ഇവര് ഈ അവരാൻ കോവിലകത്തുകാർ നൽകിയിരുന്നു, ഈ വാപുരന്റെ കുടുംബം. ഇങ്ങനെ നൂറ്റാണ്ടുകൾ കഴിയുന്നു. പിന്നീട് 18ാം നൂറ്റാണ്ടിൽ അതായത് 17ാം നൂറ്റാണ്ട് അവസാനത്തിൽ 18ാം നൂറ്റാണ്ടോട് അടുക്കുമ്പോൾ ഈ അവരാൻ കോവിലകത്തെ ഈ വാപുരസ്വാമിയുടെ കുടുംബത്തിലെ ആദ്യമേ പറയിട്ട് ഈ വാപുരസ്വാമിയുടെ കുടുംബം കൊല്ലത്ത് നിന്നും ചാത്തന്നൂര് അവിടെ വിളയം ദേശത്ത് നിന്ന് പിന്നീട് കാഞ്ഞിരപ്പള്ളിക്ക് താമസം മാറ്റുന്നുണ്ട്. അത് ഈ ശബരിമലയ്ക്ക് അവർക്ക് വരുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കാഞ്ഞിരപ്പള്ളി താമസം മാറ്റും. ഈ കാഞ്ഞിരപ്പള്ളി വെച്ചാണ് 18ാം നൂറ്റാണ്ടിൽ ഈ വാപുരന്റെ കുടുംബത്തിൽ ഒരു പെൺകുട്ടി മാത്രം അവശേഷിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ആലി എന്ന പേരായിട്ടുള്ള മുഹമ്മദിനെ ആയിട്ട് പ്രണയത്തിലാകുന്നു. അലി എന്ന പേരിലുള്ള മുഹമ്മദീൻ ഈ കുട്ടിയുമായിട്ട് ഇഷ്ടത്തിലാകുന്നു. അപ്പോൾ ഈ കുടുംബത്തിൽ കാരണവർ ആ കുട്ടിയുടെ ഇഷ്ടം അനുസരിച്ച് വിവാഹം ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ 18ാം നൂറ്റാണ്ടിൽ തന്നെ വാപുരസ്വാമിയുടെ കുടുംബത്തിലെ കാരണവർ അന്നത്തെ തന്ത്രിയായിരുന്ന കൃഷ്ണര് കണ്ഠരരെ സമീപിച്ച് കാര്യങ്ങൾ പറയുന്നു. അതായത് ഇങ്ങനെ ഈ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് ശബരിമല പല ആചാരങ്ങളും പല കാര്യങ്ങളും ഉണ്ട്. ഒരു പെൺകുട്ടിയേ ഉള്ളൂ. ആ പെൺകുട്ടി ഇസ്ലാം മതവിശ്വാസിയെ വിവാഹം കഴിച്ചിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ അപ്പോൾ തന്ത്രി അന്ന് കൽപ്പിച്ചൊരു രേഖ കൊടുക്കുന്നുണ്ട്. എന്തായാലും കാലങ്ങളായിട്ട് നൂറ്റാണ്ടുകളായി തുടരുന്നൊരു ആചാരം ഉണ്ടല്ലോ. അപ്പോൾ ആ പെൺകുട്ടിയുടെ സന്തതികൾക്ക് അത് തുടർന്നു പോരാം എന്നൊരു രേഖ അന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ രേഖ അവർ കിട്ടുന്നു. അങ്ങനെ ആ പെൺകുട്ടി ഇവിടെ നിന്നും ആ പെൺകുട്ടിയുമായിട്ട് പിന്നീട് ആലി എന്ന് പറയുന്ന ആ മുഹമ്മദീയൻ
കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പത്തനംതിട്ട ജില്ലയിലെ വായ്പൂരിലേക്ക് താമസം മാറ്റുന്നു. ഈ വായ്പൂരിൽ വെച്ചാണ് ഈ പെൺകുട്ടിയെ മതം മാറ്റി തട്ടമിടിച്ച് പാത്തുമ്മ എന്ന് നാമകരണം ചെയ്യുന്നത്. ശബരിമലയിൽ 4 തവണയാണ് അഗ്നിബാധ ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ഉദയനൻ ആക്രമിച്ചപ്പോൾ, രണ്ടാമതായിട്ട് 1700 വൻ അഗ്നിബാധ ഉണ്ടായി, ക്ഷേത്രം നശിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് 1900, നാലാമതായിട്ട് 1950 വൻ അഗ്നിബാധ. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ പാത്തുമ്മയായിട്ട് മാറുന്നു ആ ഒരു പെൺകുട്ടി. പിന്നീട് അവരുടെ കുടുംബത്തിന് പാരമ്പര്യമായിട്ട് അനുവദിച്ചാവുന്ന ആ ഒരു ആചാരം ശബരിമല അത് തുടർന്നു വരുന്നുണ്ട്. പിന്നീട് ഈ 19-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട, നമുക്കറിയാം, ഈ കൊട്ടാരത്തി ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെല്ലാം പറയുന്നുണ്ട്, ശബരിമലയിലെ മാളികപ്പുറത്തമ്മയ്ക്ക് സമീപമായിട്ട് തന്നെ, മാളികപ്പുറത്തമ്മയ്ക്ക് അടുത്തായിട്ട് തന്നെ കൊച്ചുപുറത്ത സ്വാമിയുടെയും വാപുര സ്വാമിയുടെയും പ്രതിഷ്ഠയുണ്ടെന്ന്. ഈ പ്രതിഷ്ഠ 19-ാം നൂറ്റാണ്ടിൽ കൊട്ടാരത്തി ശങ്കുണ്ണി എഴുതുമ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ 1900 ആ വൻ അഗ്നിബാധയിൽ അതെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. പിന്നീട് വാപുരസ്വാമിയുടെ ക്ഷേത്രം വരുന്നത് 18-ാം പടിക്ക് താഴെയാണ്. 1945 കുറുമാളൂർ നാരായണപിള്ള എഴുതിയ ശ്രീഭൂതനാഥ സർവസ്വം എന്ന പുസ്തകത്തിൽ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം നേരിട്ട് അക്കാലത്ത് ശബരിമല യാത്രയിൽ പോയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ചകൾ വർണ്ണിക്കുന്നതാണ് ശ്രീഭൂതനാഥ സർവസ്വം. അതിൽ 18-ാം പടിക്ക് താഴെ വാപുരസ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി എന്നൊക്കെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. പിന്നീട് 1950 വൻ അഗ്നിബാധയ്ക്ക് ശേഷമാണ് ഈ വാപുരസ്വാമിയുടെ ക്ഷേത്രം അവിടെ നിന്നില്ലാതാകുന്നത്. അത് മാത്രമല്ല, വാപുരസ്വാമിക്ക് 2 ക്ഷേത്രമാണ്. ഒന്ന് ഈ 18-ാം പടിക്ക് താഴെ ഉണ്ടായിരുന്ന ക്ഷേത്രം, ഒപ്പം തന്നെ എരുമേലിയിലും വാപുരസ്വാമിക്ക് ഒരു ക്ഷേത്രമുണ്ട്. അത് ഓടുമേഞ്ഞ ക്ഷേത്രമാണെന്ന് ഈ നാരായണപിള്ളയുടെ ശ്രീഭൂതനാഥ സർവസ്വം എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഓടുമേഞ്ഞ ഒരു ക്ഷേത്രമാണ് എരുമേലിയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ ഈ വാപുരന്റെ കുടുംബക്കാര് പിന്നീട് മതം മാറി എന്ന് പറഞ്ഞല്ലോ. ആ കുടുംബത്തിന് 2 രേഖകളാണ് കൈവശമുള്ളത്. ഒന്ന് 320 വർഷം പഴക്കമുള്ള ഒരു പട്ടയം, പിന്നെ ഒന്ന് 280 വർഷം പഴക്കമുള്ള പട്ടയം എന്ന് പറയും. പക്ഷേ ഈ 2 പട്ടയങ്ങളും വ്യാജമാണെന്ന് സ്ഥിരീകരിക്കുന്ന ആയിട്ട് പല കാര്യങ്ങളും നമ്മുടെ MG വിനോദ് സാറിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അത് ആ 2 പട്ടയങ്ങളും സത്യമായിട്ടുള്ളതല്ല, അത് വ്യാജമാണെന്ന് തെളിയുന്നുണ്ട്. ആദ്യമേ പറഞ്ഞ നമുക്ക് തന്ത്രി കൃഷ്ണരിക്കണ്ടർ മുഖേനയുള്ള അവർക്ക് ആ കുടുംബത്തിന് ഒരു അവകാശം, അത് പിന്നീടും പെൺകുട്ടി മതം മാറിപ്പോയെങ്കിലും ആ പെൺകുട്ടിയുടെ വംശത്തിൽപ്പെട്ടവർക്ക് അവിടെ ആ ചടങ്ങുകൾ തുടർന്ന് ചെയ്യാം എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ പട്ടയത്തിൽ പറയുന്ന പല കാര്യങ്ങളും വ്യാജമാണ്, പിന്നീട് എപ്പോഴും കൂട്ടിച്ചേർത്താണെന്നൊക്കെ നമ്മുടെ ഈ വിനോദ് സാറിന്റെ പുസ്തകത്തിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട്. കൊല്ലം ചാത്തന്നൂരിൽ ഈ അവരാം കോവിലകം, ഈ വാപുരസ്വാമിയുടെ കോവിലം നിലനിന്നിരുന്ന സ്ഥലം ഇപ്പോഴും അവരാം കോയിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ 4 പുസ്തകങ്ങളുണ്ട് മെയിനായിട്ട് അറിയാം. ഇതുമായി ബന്ധപ്പെട്ട് ചരിത്ര പുസ്തകങ്ങളുണ്ട്. ഒന്ന് ദേവസ്വം ബോർഡ് ഇറക്കിയിട്ടുള്ള ശബരിമല ചരിത്രം എന്ന പുസ്തകത്തിലും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് കാര്യങ്ങൾ. പിന്നെ ഒന്ന് നമുക്കറിയാം, കൊട്ടാരത്തി ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലുണ്ട് വാപുരസ്വാമിയുടെ ക്ഷേത്രത്തെ പറ്റി പറയുന്നുണ്ട്. അത് മാളികപ്പുറത്ത് അമ്മയുടെ അടുത്ത് തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് കുറുമാളൂർ നാരായണപിള്ളയുടെ ശ്രീഭൂതനാഥ സർവസ്വം എന്ന പുസ്തകത്തിൽ 1945 എഴുതിയ പുസ്തകത്തിലും 18-ാം പടിക്ക് താഴെ വാപുരസ്വാമിയുടെ ക്ഷേത്രം ഉണ്ടായതായി പറയുന്നു. ഇത് 3 പുസ്തകം. പിന്നെ ഒന്ന് 4മതായിട്ട് ഇപ്പൊ MG വിനോദ് സാർ എഴുതിയിട്ടുള്ള ശബരിമല സർവസ്വം എന്ന പുസ്തകത്തിലെല്ലാം കൃത്യമായിട്ടും ശബരിമലയുടെ ചരിത്രവും ഒപ്പം തന്നെ വാപുരസ്വാമിയുടെ ചരിത്രവും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് നമുക്കറിയാം, ഈ വാപുരസ്വാമിയുടെ ക്ഷേത്രം 1950 അഗ്നിബാധയ്ക്ക് ശേഷം പിന്നീട് നമ്മൾ ശബരിമലയിൽ വാപുരസ്വാമിയുടെ ക്ഷേത്രം കാണുന്നില്ല. എരുമേലിയിൽ ഉണ്ടായിരുന്ന വാപുരസ്വാമിയുടെ ക്ഷേത്രം പിന്നീട് 1950 ശേഷം വാവർ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നീട് അത് കാലങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ 2000 ശേഷം ഈ വാവർ പള്ളിയുടെ പേര് മാറ്റി നൈനാർ മസ്ജിദ് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ ഈ വാപുരസ്വാമിയുമായി ബന്ധപ്പെട്ട് പല ഗൂഗിളിലും വിക്കിപീഡിയയിലും എല്ലാം പലരും പല ചരിത്രങ്ങളും പല നുണകളും പ്രചരിപ്പിക്കുന്നുണ്ട്. അത് വെറും കഥകളാണ്, കെട്ടുകഥകൾ, ഐതിഹ്യ കഥകൾ. യഥാർത്ഥത്തിൽ ചരിത്രം എന്ന് പറയുന്ന ഇതൊന്നല്ല. നമുക്കറിയാം, ഈ പറഞ്ഞ യഥാർത്ഥ ചരിത്രം എന്ന് പറയുന്നത് എഴുതി വെച്ചിട്ടുണ്ട്. ആ കുടുംബത്തിനറിയാം, തന്ത്രി കുടുംബത്തിനറിയാം, 12 രാജവംശത്തിനറിയാം, ഇപ്പോൾ വാപുരസ്വാമിയുടെ കുടുംബം എന്ന് അറിയപ്പെടുന്ന ആ മുസ്ലിം കുടുംബം, അവർക്കെല്ലാം അറിയാം. ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഏത് കാലഘട്ടത്തിൽ എങ്ങനെയെല്ലാം നടന്നു, എന്തെല്ലാം സംഭവിച്ചു എന്നെല്ലാം. അല്ലാതെ നമ്മൾ സീരിയലുകളിൽ കണ്ടിട്ടുള്ളതോ സിനിമകളിൽ കണ്ടതോ വിക്കിപീഡിയയിൽ കാണുന്നതെന്നല്ല ചരിത്രം. യഥാർത്ഥത്തിൽ ബാബുരസ്വാമി എന്ന് പറയുന്നത് ഒരു നായർ യോദ്ധാവായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം അവരാ കോവിലകമാണ്. പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ആ കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഒരു മുഹമ്മദീനെ വിവാഹം കഴിക്കുന്നു. പിന്നീട് ആ കുടുംബം ഒരു മുസ്ലിം കുടുംബമായി മാറുന്നു. പിന്നീട് വന്നവരും പിന്നീട് ആ ക്ഷേത്രം 1945 അല്ലെങ്കിൽ 50 വരെ ഉണ്ടായിരുന്നു ബാബുരസ്വാമിയുടെ ക്ഷേത്രം. അതിന് കൃത്യമായ രേഖ നാം ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഐതിഹ്യമാലയിലും ബാബുരസ്വാമിയുടെ ക്ഷേത്രത്തെ പറ്റി പറയുന്നുണ്ട്. ശബരിമല ചരിത്രത്തിൽ ദേവസ്വം ബോർഡ് ഇറക്കിയ ശബരിമല ചരിത്രത്തിലും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറമാളൂർ നാരായണപിള്ള ശ്രീബുധനാഥ സർവസ്വത്തിലും കൃത്യമായിട്ട് ബാബുരസ്വാമിയുടെ ക്ഷേത്രം അതും 1945 അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും 1950 അഗ്നിബാധയ്ക്ക് ശേഷമാണ് ശബരിമലയിൽ നിന്നും ബാബുരസ്വാമിയുടെ ക്ഷേത്രം അപ്രത്യക്ഷമായതും എരുമേലിയുടെ ബാബുരസ്വാമിയുടെ ക്ഷേത്രത്തെ വാവർ പള്ളിയാക്കി മാറ്റുകയും പിന്നീട് 2000 ശേഷം ആ വാവർ പള്ളിയെ നൈനാർ മസ്ജിദ് എന്ന് ആക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ചരിത്രം. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി അറിയുന്ന കൃത്യമായിട്ട് ചരിത്ര പുസ്തകം വിപണിയിൽ കിട്ടും. ഇപ്പോൾ തന്നെ MG വിനോദ് സാറിന്റെ ചരിത്ര പുസ്തകം ശബരിമല സർവസ്വം ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥ ചരിത്രം ആരായിരുന്നു ബാബുരൻ, ആരായിരുന്നു ബാബുരസ്വാമി, ഇതെല്ലാം പറ്റി കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ എല്ലാവരും യഥാർത്ഥ ചരിത്രത്തെ അറിഞ്ഞിരിക്കുക. കെട്ടുകഥകളെല്ലാം പ്രചരിപ്പിക്കാതെ യഥാർത്ഥ ചരിത്രത്തെ മാത്രം പ്രചരിപ്പിക്കുക. നന്ദി, നമസ്കാരം.